ചേരുന്നുണ്ട്. എം ആർ അഭിലാഷ്, നേരത്തെ രതീഷ് സൂചിപ്പിച്ചതാണ്, അഭിഭാഷകരുടെ ഇടയിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് പക്ഷേ ഒരു സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് ആദ്യഘട്ടത്തിൽ പോലീസ് ചുമത്തിയത് വളരെ ദുർബലമായ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് എന്ന് പറയുന്നത്. അത്തരം വകുപ്പുകൾ ചുമത്തിയാൽ മതിയോ? ഇത്തരം മോശം പെരുമാറ്റമുള്ള അഭിഭാഷകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന ഒരു രീതി ഫ്രട്ടേണിറ്റിക്കുള്ളിൽ ഇല്ലേ? ഇപ്പോൾ ബാർ കൗൺസിലിന്റെ ഭാഗത്തു നിന്നൊക്കെ അത്തരം നടപടികൾ ഉണ്ടാകാറുണ്ടോ? ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ഉചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അതിശക്തവും മാതൃകാപരവുമായിട്ടുള്ള നടപടികളാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, ഒരു അഭിഭാഷകയെ കോടതി പരിസരത്ത് വെച്ചൊരു സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ ഇത്ര മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അഭിഭാഷകരുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം എപ്പോഴും ബഹുമാനം നിലനിർത്തുക, അത് സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും. കാരണം നിയമബോധമുള്ളവരാണ് എല്ലാവരും. ഈ ഫ്രറ്റേണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം തന്നെ നിയമബോധത്തിൽ അധിഷ്ഠിതമായ ഉപജീവന മാർഗമാണ് പിന്തുടരുന്നത്. എന്നിരിക്കെ ഇത്ര ഹീനമായിട്ട് ഒരു യുവ അഭിഭാഷകയെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ നടപടികൾ എല്ലാ തരത്തിലും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബാർ കൗൺസിൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം. എന്ത് തരത്തിലുള്ള മെസ്സേജാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്? ലേഡി ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെരുകുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ, സ്ത്രീകളുടെ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രസൻസ് കോടതികളിൽ അഭിഭാഷക വൃത്തിയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഹീനമായിട്ടുള്ള മർദ്ദന മുറകൾക്ക് അവർ വിധേയരാകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാട്ടിയാണ് ചെറുപ്പക്കാരികളായിട്ടുള്ള ആൾക്കാരെ ഈ പ്രൊഫഷനിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ നമുക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്? സ്ത്രീകളുടെ പ്രാതിനിധ്യം അഭിഭാഷക വൃത്തിയിലും ജുഡീഷ്യറിയിലും കുറയുന്നതിന് മറ്റ് ഉദാഹരണങ്ങൾ തേടേണ്ടതായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അത് മുളയിലേ നുള്ളേണ്ടതാണ്. ഒരിക്കലും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടാകാം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാത്ത രീതിയിൽ ക്രിമിനൽ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ബാർ കൗൺസിൽ സ്വമേധയായി ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും ആദ്യം ബാർ അസോസിയേഷൻ തന്നെ ശക്തമായ നടപടികളിലൂടെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ലാക്സിറ്റി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു അഭിഭാഷകയ്ക്ക് ഇത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് നേരിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സമൂഹം കൊടുക്കാൻ പോകുന്നത്? വളരെ വളരെ അപലപനീയമായിട്ടുള്ള അതിശക്തമായ നടപടികൾ ഇതിനകത്ത് കുറ്റാരോപിതൻ നേരിടേണ്ട ഒരു സാഹചര്യമാണ്. ശരിയാണ്. നിയമബോധം വേണം. അതിനൊപ്പം തന്നെ നീതിബോധം വേണം. അത് പ്രത്യേകിച്ച് അഭിഭാഷക ജോലി ചെയ്യുന്ന, സേവനമനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചത് പ്രത്യേകിച്ചും ഉണ്ടാകേണ്ടതാണ്. ആ നിയമത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ വലിയ കാഴ്ചപ്പാടും ധാരണയും ഒക്കെയുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ബാർ കൗൺസിലിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് മാതൃകാപരമായ നടപടി ഉണ്ടാകണം.